ഹലോ, ഇന്ന് നമുക്കൊരു സ്റ്റഡി വ്ളോഗ് ചെയ്യാം. ഞാനിത് ജനുവരി ലാസ്റ്റിലൊക്കെ ചെയ്യാമെന്ന് വെച്ചതായിരുന്നു. പിന്നെ ഞാൻ മുന്നത്തെ ഒരു സ്റ്റഡി വ്ളോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്കിപ്പോൾ പഠിക്കാനൊന്നും അങ്ങനെ ഇല്ല, സെക്കൻഡ് സെം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ സ്റ്റഡി വ്ളോഗൊന്നും എടുക്കാഞ്ഞത്. പക്ഷെ ഇപ്പം അത്യാവശ്യം പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അധികമായിട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യാനാണുള്ളത്, അതുപോലെ തന്നെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും സ്റ്റഡി വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് 2025 ആയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കണം എന്ന്. അപ്പോൾ ഞാൻ 2024 തുടങ്ങിയപ്പോൾ ഇതേപോലെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പകുതിയൊക്കെ എത്തിയപ്പം അതിൻ്റെ ഓർഡർ ഒക്കെ മാറി. അപ്പോൾ 25-ലെങ്കിലും നല്ലപോലെയൊക്കെ ഓർഡർ ചെയ്ത് വെക്കണം എന്ന് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ആ ഒരു എല്ലാ ബുക്കിൽ ഓർഡർ ഒക്കെ എഴുതി വെക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് ഞാൻ ചെയ്യുന്നത് ഒരു ജേണൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, യൂട്യൂബിന് വേണ്ടിയിട്ട് അപ്ലോഡൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോ മന്തിൽ ഇപ്പോൾ ജനുവരി മന്തിൽ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ എഴുതി വെക്കാമെന്ന് വെച്ചു. അത് ഓൾറെഡി കഴിഞ്ഞല്ലോ, അപ്പോൾ എനിക്ക് എന്തായാലും അത് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എഴുതി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയുള്ള മന്തിലൊക്കെ ആ അന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് അന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ കോളങ്ങളും അതുപോലെ തന്നെ വ്യൂസും അങ്ങനെയൊക്കെ എഴുതി വെക്കുകയാണ് ചെയ്തത്. അപ്പം ഇത് ഫെബ്രുവരി 3 ആയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് കണ്ടത് കലണ്ടർ മാറ്റിയിട്ടില്ല എന്ന്. അത് മാറ്റി ഫെബ്രുവരിയിലെ കലണ്ടറൊക്കെ വെച്ചു. പിന്നെ എനിക്ക് ജേർണലീസ് ചെയ്താണ്ടായിരുന്നു. കുറേ ആയി ഞാൻ ഒരു ചാപ്റ്ററിൽ തന്നെ നിൽക്കുന്നത്, അതും ഫസ്റ്റത്തെ മൊഡ്യൂളിൽ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് തന്നെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി എഴുതിയെടുക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ ഇനി ബാക്കിയുള്ളതൊക്കെ ഓരോ സബ്ജക്റ്റ് എഴുതാൻ. ഞാൻ ഇതുവരെ ഒരു ചാപ്റ്റേഴ്സിൻ്റെ നോട്ട് എഴുതാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് ഹിസ്റ്ററിയിൽ ഓരോ മൊഡ്യൂളിലും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ടാവും, ഇതുപോലെ അയച്ചു തരും. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ നോട്ട് വന്നത്. അപ്പം ഫസ്റ്റിന് അതൊക്കെ എഴുതി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ ജേർണലിസത്തിലേക്ക് പോയത്. കുറച്ചൊക്കെ ഞാൻ മുന്നേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ബാക്കി പോയിൻറ്റ്സൊക്കെ കണ്ടെത്തി എഴുതുകയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് പേജ് ഫോട്ടോ എടുത്തിട്ട് തന്നെ കുറേ ഓർഡറൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫോണിലായിരുന്നു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്, അത് ഞാൻ വേറെ ഫോണിലൊക്കെ അയച്ചപ്പോൾ അതിൻ്റെ ഓർഡറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു ബുക്ക് പോലെ റിങ്ങൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ ജേർണലിസത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഓർഡറിലാണ് പിന്നെ എഴുതിയെടുത്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈമും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കോളേജൊക്കെ വിട്ട് നിന്ന് ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് എഴുതാനിരുന്നുണ്ടായിരുന്നത്. ഞാൻ വിചാരിച്ചു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുതി തീരുന്നായിരുന്നു. അപ്പോൾ ഓരോ പോയിൻറ്റും കണ്ടെത്തി എഴുതുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് സേവ് ദ ഡേറ്റിൻ്റെ ഓർഡർ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അടുത്തൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു അയച്ചൊക്കെ കൊടുത്തു. ഫസ്റ്റ് 1 വ്യൂ ആയിട്ടായിരുന്നു അയച്ചു കൊടുത്തത്. പിന്നെ ഫാമിലീസിനൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പം ഓപ്പൺ ആയിട്ട് അയച്ചു കൊടുത്തു. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചായിട്ട് പിന്നെ മെസ്സേജും കാര്യങ്ങളൊന്നും അവർ അയക്കുന്നില്ല. ഞാൻ തിരിച്ച് ക്യാഷിൻ്റെ കാര്യം പറഞ്ഞപ്പം അവർ റിപ്ലൈയും തരുന്നില്ലായിരുന്നു. നെറ്റൊക്കെ ഓണാണ്, പക്ഷേ അവർ സീനൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതിലായപ്പം വീഡിയോ എടുക്കാനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അധികം 1 വ്യൂ ആയിട്ടാണ് ഫസ്റ്റ് അയച്ചു കൊടുക്കാറ്. പക്ഷേ ഇതെന്തോ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ദിവസം എനിക്കല്ലാതെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അടുത്ത ദിവസം ആയപ്പോഴേക്കും രാവിലെ ആയപ്പോൾ തന്നെ നല്ല പനിയൊക്കെ ആയി. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. വാളും പിന്നെ കുറേ ഡെസ്ക് ഡെക്കോറൊക്കെ വെച്ചിട്ട് കുറേ ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനെ നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഒരു 3/4 ഭാഗമൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ പോയി ഞാൻ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ടാണ് ബാക്കി ഇരുന്ന് എഴുതിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നാളെ ബാക്കി എഴുതാം. പിന്നെ അടുത്ത ദിവസം ഞാൻ കോളേജ് വിട്ട് വന്നിട്ടാണ് ബാക്കി ഇരുന്ന് ചെയ്തത്. ചായയൊക്കെ കുടിച്ചു. പിന്നെ ഒരു ബാഗിൻ്റെ ഫോട്ടോ എടുക്കാണ്ടായിരുന്നു, അത് എടുത്ത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പിന്നെ എഴുതാതിരുന്നത്. ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും വന്ന് എഴുതൂല, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്നതല്ലേ. പിന്നെ ഞാൻ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. പിന്നെ ആക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം ഇരുന്ന് എഴുതാം. ഇത് ഞാൻ തീരെ വയ്യാതിരുന്ന് ചെയ്യായിരുന്നു. എനിക്ക് അന്ന് പോകുമ്പം തന്നെ നല്ല പനിയൊക്കെ ആയിരുന്നു രാവിലെ. പിന്നെ എന്തായാലും വീഡിയോ 3/4 ആയതല്ല, അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഏതാണ് ചെയ്യുന്നത്.
വന്നപ്പോൾ തന്നെ നല്ല തൊണ്ടവേനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഒന്ന് ആക്കായത്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എഴുതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ആ ഒരു ഷോർട്ടായിട്ടുള്ള നോട്ട് പിന്നെ എടുത്ത് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. അപ്പം ഇത്രയുള്ള വീഡിയോ.